പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. എല്ലാ ഞായറാഴ്ചയും നോക്കിയിരുന്ന് നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നൊക്കെ നമുക്കിങ്ങനെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ടെന്ന് അറിഞ്ഞതിൽ. കാരണം നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ അതിലേക്ക് വിളിക്കാനും അത് കാണാനും അത് പ്രോത്സാഹിപ്പിക്കാനും ആളുകളില്ലെങ്കിൽ ഒരു പരിപാടി ഇത്രയും വർഷമൊന്നും മുൻപോട്ട് പോവില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ പോത്തീസ് സ്വർണ്ണമഹൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ കൂടുതൽ ഡെഫിനറ്റ്ലി ആയി. അത് എല്ലാ ഞായറാഴ്ചയും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നിങ്ങളൊക്കെ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് വീണ്ടും എൻ്റെ കൈ നിറയെ സ്വർണ്ണ നാണയങ്ങളുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. കൈ നിറയെ മാത്രമല്ല, ശരീരം നിറയെ സ്വർണ്ണവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്കുള്ളതല്ല കേട്ടോ. പക്ഷേ ഇതുപോലെയുള്ള നല്ല നല്ല സ്വർണം നല്ല ഫാഷനിൽ നിങ്ങൾക്കും ലഭിക്കും. നമ്മുടെ തിരുവനന്തപുരത്തുള്ള പോത്തീസ് സ്വർണ്ണമഹലിൻ്റെ സ്റ്റോറിൽ നിന്നും ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് നല്ല നല്ല ഓർണമെൻറ്റ്സ് ആയിപ്പോൾ ഇട്ടേക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇട്ടിരിക്കുന്നത് ഒരു മോഡേൺ ഡ്രസ്സാണ്, ഒരു ഷർട്ടും ഒരു സ്കേർട്ടുമാണ്. പക്ഷേ ഇതിനോടൊപ്പം നന്നായിട്ട് പോകുന്ന ഒരു കമ്മലും മാലയുമാണ്. ഇതൊരു കമ്മലാണ്. ഇതൊരു അൺകട്ട് ഡയമണ്ട്സിൻ്റെ നെക്ലസ് ആണ് കേട്ടോ. അൺകട്ട് ഡയമണ്ട്സ് ആണ്, അതുപോലെ പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. അതിൻ്റെ തന്നെ കമ്മലാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഇതൊക്കെ നല്ല ഭംഗിയാണ്, നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഈ റിംഗ് ആണ്. ഇതെന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിംഗ് ആണ്. സാധാരണ നമ്മൾ റിംഗ് ഒക്കെ കണ്ട് എൻ്റെ കയ്യിലുള്ള റിങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലാറ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഇതെന്നാൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ എൻ്റെ സ്കേർട്ടിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രഷ്യസ് സ്റ്റോണിൻ്റെ ഒരു ബാംഗിളുമാണ്. ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയാണ്. എൻ്റെ ലോക്ക് ഇത്തിരി ഒന്ന് നല്ല ഭംഗിയാട്ടോ. ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതുപോലത്തെ നല്ല നല്ല കളക്ഷൻസ് നമുക്ക് മോഡേൺ ഡ്രസ്സിൻ്റെ കൂടി ഇതിടാൻ പറ്റുന്ന നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുക പോലുമില്ല. പക്ഷേ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഇട്ട് കാണുമ്പോഴായിരിക്കും പലർക്കും തോന്നുന്നത് ശരിയാണല്ലോ, അത് കൊള്ളാമല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഇട്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹൽ ഇതുപോലുള്ള നിറയെ സ്വർണ്ണമുണ്ട്. അതുപോലെ ഓഫേഴ്സും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചിങ്ങമാസമൊക്കെ വരികയാണ്. ചിങ്ങമാസത്തിലേക്കുള്ള നിങ്ങളുടെ പർച്ചേസിന് ഒരു പവന് 1000 രൂപ കൊടുത്തിപ്പോൾ സ്വർണ്ണവില നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണവില കൂടിയാൽ നമുക്ക് വല്ലി എന്തായാലും നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ടിരിക്കാൻ കഴിയും. കാരണം സ്വർണ്ണവില കൂടിയാൽ ഇന്ന് ബ്ലോക്ക് ചെയ്യുന്ന വിലയ്ക്കും കുറഞ്ഞാൽ ആ കുറഞ്ഞ വിലയ്ക്കും നിങ്ങൾക്ക് ചിങ്ങമാസത്തിന് കല്യാണ മാസമാണ് അല്ലേ. അപ്പോൾ നല്ല എന്താ പറയുക, പോക്കറ്റ് കീറുന്ന മാസമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ അത് സ്മാർട്ട് ഡിസിഷൻ ആയിരിക്കും. പോത്തീസ് സ്വർണ്ണമഹൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ ഭയങ്കര ഡയമണ്ടിൻ്റെ ഫാനായിട്ട് കേട്ടോ. അപ്പം എൻ്റെ കയ്യിലേക്ക് കിടക്കുന്ന ഡയമണ്ട്സ് ആണ്. അപ്പം ഇതുപോലെ ഡയമണ്ട് ഡേ വരുന്നുണ്ട്. ജൂൺ 14, 15, 2 ദിവസങ്ങളിൽ പോത്തീസ് സ്വർണ്ണമഹലിൽ ഡയമണ്ട് ഡേ ആഘോഷിക്കുകയാണ്. ഈ ഡയമണ്ട് ഡേയോടനുബന്ധിച്ചാണെങ്കിലും നമ്മൾ ഓരോ ക്യാരറ്റ് പർച്ചേസ് ചെയ്യുമ്പം 10,000 രൂപ ഓഫ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതേപോലെ 1/2 ക്യാരറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് ലഭിക്കുന്നു. ആഹാ അല്ലേ. ശരിക്കും ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ മലയാളികൾ പൊതുവെ വാല്യൂ ഫോർ മണി, കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തടിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ഓഫറൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത്തരം ഒരു വാല്യൂ ഫോർ മണി നമുക്ക് കിട്ടും. അപ്പോൾ പോത്തീസ് സ്വർണ്ണമഹലിലേക്ക് പോവുക. ഇത് ഞാൻ കുറച്ച് ഓഫേഴ്സേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ ചെല്ലുമ്പോൾ വേറെയും ഉണ്ടാവും. എല്ലാവരും ചെല്ലുക. ഓക്കെ, ശരി. അപ്പം നമ്മുടെ ആദ്യത്തെ കോളർ ആരാണ് നമുക്ക് നോക്കാം. വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാനുള്ള സമയം 12:45 വരെയാണ്. നമ്പർ അറിയാലോ, 8086011443. അങ്ങനെ ഇന്ന് ഈ നമ്പേഴ്സിൽ ഏതൊക്കെ നമ്പറിലായിരിക്കും ഗോൾഡ് കോയിൻ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ കോളർ ആരാണ് നോക്കാം. ഹലോ. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. ദേവി കൃഷ്ണക്കുട്ടി. എന്താണ് ഇന്ന് പരിപാടി ഞായറാഴ്ച ആയിട്ട്? ഒരു പരിപാടിയില്ലേ? സ്കൂളൊക്കെ തുറന്നോ? എന്താണ്? കേൾക്കണില്ലല്ലോ. ഇത്രയും കൂടുതൽ ഉറക്കെ സംസാരിക്കോ. രാവിലെ എന്താ ഭക്ഷണം കഴിച്ചേ? പാലൊന്നും കുടിച്ചില്ലേ? കുടിച്ചു. ശരി ദേവികൃഷ്ണ, നമ്പർ പറഞ്ഞോളൂ.
35. ശരി, ദേവി കൃഷ്ണക്കുട്ടി 35 നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്. ആന്റി തുറന്നു നോക്കട്ടെ. ഓക്കെ, 35 തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ ദേവൂട്ടി, 35 സ്വർണ്ണമില്ല ദേവൂട്ടി. പോയാ? ഹലോ, അയ്യോ പോയോ വെച്ചിട്ട്? അപ്പോഴേക്കും പിണങ്ങിയോ? ശരി, എന്ത് പറയുന്നു ചേച്ചി? ചേച്ചിയാണോ അനിയത്തിയാണോ? വീട്ടിലുണ്ട്. ശരി, ഓക്കെ മോളു. അപ്പൊ വീണ്ടും വിളിക്കുക അടുത്ത പ്രാവശ്യം. ടാറ്റാ. ഓക്കെ, ദേവി കൃഷ്ണ ഇന്ന് ഉറങ്ങി എണീറ്റതേ ഉള്ളൂ തോന്നുന്നു. കാരണം സ്കൂളൊക്കെ തുറന്നിട്ടുള്ള ആദ്യത്തെ വീക്കെൻഡാണ്. അപ്പോൾ സുഖമായിട്ട് ക്ഷീണം തീർക്കലും കിടന്ന് ഉറക്കമൊക്കെ ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ ഉറങ്ങി എണീറ്റ് സ്വർണ്ണവർഷം എന്നാ വിളിച്ച് കളയെന്ന് പറഞ്ഞ് വിളിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആള് വളരെ എങ്ങനെയെങ്കിലും നമ്പർ പറഞ്ഞിട്ട് അങ്ങ് ഫോൺ വെക്കണം എന്നായിരുന്നു തോന്നുന്നു. സാരില്ല ദേവൂട്ടി, നെക്സ്റ്റ് ടൈം വിളിക്കും കേട്ടോ. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ കുറഞ്ഞു. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച മുൻപ് നല്ല മഴയായിരുന്നു അല്ലേ? എന്ന് പറയുന്നു. മഴ ഇഷ്ടാണോ? മഴ ഇഷ്ടമാണ്, പക്ഷെ വെള്ളം എന്താണേലും ഒരുപാട് കൂടുമ്പോ പ്രശ്നമാണ് അല്ലേ? അധികമായാൽ അമൃതും വിഷം. അതെ, പിന്നാണ് ഒരു മഴ. ശരി, അപ്പൊ നമ്പർ പറഞ്ഞോളൂ. 49 ആണോ? ശരി, 49ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, തുറക്കാൻ പോവാട്ടോ. അയ്യോ, സ്വർണം ഇല്ലല്ലോ. സാരില്ല. അവിടെ ആരൊക്കെ ഉണ്ട് ഇപ്പൊ അടുത്ത്? ഇവിടെ ഇപ്പൊ ഞാനും എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ കിടപ്പ. അതെ, എന്നോട് പറഞ്ഞല്ലോ, കഴിഞ്ഞ അവനെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. രൂപനയനം ഉണ്ട്, അതിന് പോയിരിക്കാണോ? അത് ശരി, ഓക്കെ. ശരി, അപ്പൊ അമ്മയ്ക്ക് കൂട്ടാണ് മോൾ എപ്പോഴും അല്ലേ? കഴിഞ്ഞ അവനെ വിളിച്ചപ്പോഴും വീട്ടില് ബാക്കി എല്ലാരും പുറത്തു പോയിരിക്കായിരുന്നു അല്ലേ? ഇല്ലില്ല, ആരുമില്ല. ഞാൻ പോകാറില്ല. അമ്മ ഇങ്ങനെ, ഞാനും പോകേണ്ടതായിരുന്നു ഇന്ന്. അതാ ഞാൻ പറഞ്ഞ മോളിങ്ങനെ അമ്മയ്ക്ക് കൂട്ടാണ് എന്ന് കഴിഞ്ഞ അവനെ വിളിച്ചപ്പോഴും അങ്ങനെയായിരുന്നു എന്ന്. ശരി, അതെ. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത തവണ വീണ്ടും വിളിക്കണം കേട്ടോ. അടുത്ത തവണ സ്വർണം കിട്ടട്ടെ. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ നമ്മളെ വിളിച്ചത് ശ്രീരഞ്ജിനിയാണ്. ചേച്ചി എല്ലാ വട്ടവും വിളിക്കാറുള്ളതാണ്. ഞാൻ തന്നെ 2-3 പ്രാവശ്യം തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും വിളിക്കാം. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? മിനി. എന്തൊക്കെയുണ്ട് മിനി വിശേഷങ്ങൾ? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമാണ്. എവിടുന്നാ വിളിക്കണെന്ന് പറഞ്ഞ? നെടുമങ്ങാടാണോ? നെടുമങ്ങാട്. ശരി, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടില് ഭർത്താവും 2 മക്കളും ഉണ്ട്. അത് ശരി. മക്കളൊക്കെ എങ്ങനെയാ? വലിയ കുട്ടികളോ ചെറിയ കുട്ടികളോ? മൂത്തയാള് പോളിയില്, രണ്ടാമത്തെ ആള് 9ലും പഠിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ മിനി. 63. ഓക്കെ, മിനിയെ കാത്ത് 63ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഓക്കെ, തുറക്കട്ടെ. നോക്കിക്കോളൂ. അയ്യോ, സോറി എന്ന് എഴുതി വെച്ചിരിക്കണു. സ്വർണ്ണ ഇല്ല കേട്ടോ മിനി? സാരില്ല, അതൊക്കെ പോട്ടെ. നമുക്ക് വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഉച്ചയ്ക്ക് ഊണൊക്കെ ആയോ? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ഞായറാഴ്ച സ്പെഷ്യൽ എന്താണ്? ചിക്കൻ കറി വെച്ചു. എന്നിട്ട് അതിന്റെ കൂടെ നല്ല നെയ്ച്ചോറാണോ അതോ നമ്മുടെ സാധാ സാധാ ചോറും ചിക്കൻ കറി, തോരൻ, പുളിശ്ശേരി അല്ലേ? അതാണ്, പുളിശ്ശേരിയും ചിക്കൻ കറിയും ഒക്കെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് അല്ലേ? ശരി, ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. സാരില്ല, അതൊക്കെ കൂട്ടി നല്ല ഭേഷ ഊണ് കഴിക്കാം. സ്വർണം കിട്ടിയില്ല എന്നുള്ള വിഷമം നമുക്ക് അവിടെ തീർക്കാം. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു സോ മച്ച്. ശരി, ഇപ്പൊ നമ്മളെ വിളിച്ച നെടുമങ്ങാടുന്ന് മിനിയാണ്. മിനി പറഞ്ഞത് 63. അപ്പൊ ഇതുവരെ നമുക്ക് 3 കോളേഴ്സ് ഉണ്ടായിരുന്നു. 3ൽ സ്വർണം ആർക്കും കിട്ടിയിട്ടില്ല. സാറിൽ ഇനി നമുക്ക് സമയമുണ്ടല്ലോ അല്ലേ?
വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവർ ശ്രദ്ധിക്കുക, കോൾ വിളിച്ചിട്ട് നമ്പർ പറയാത്ത നമ്പേഴ്സ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഇപ്പോൾ 63 പറഞ്ഞു, 63 സ്വർണം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, പക്ഷെ നിങ്ങൾ ഓൾറെഡി 63 വാട്സാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണക്കിലാക്കില്ല. കോൾ വിളിച്ചിട്ട് 63 പറഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർക്കല്ലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക 12:45 വരെ. നമ്മൾ കറക്റ്റായിട്ട് 12:45 കഴിഞ്ഞ് 1 o'clock വരെ നമ്മൾ നോക്കിയിട്ട് വിന്നർ അനൗൺസ് ചെയ്യും. അപ്പോൾ അടുത്ത കോളർ ആരാണ് നോക്കാമേ. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അഭിജ. അഭിജ എവിടെന്നാ വിളിക്കുന്നേ? നോർത്ത് പരവൂർ അല്ലേ? എന്തൊക്കെയുണ്ട് അഭിജ വിശേഷങ്ങൾ? അഭിജ എന്താ ചെയ്യുന്നേ? ഞാൻ +2 കഴിഞ്ഞു. അപ്പൊ ഇനി എന്താണ് പരിപാടി? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഞാനായിട്ട് കുറയ്ക്കുന്നില്ല. ഇനി എന്താണ് പരിപാടി? എന്താണ്? ഓക്കെ, കമ്പ്യൂട്ടറും ടൈപ്പിംഗും ഒക്കെ പഠിക്കാൻ പോവാണ് അല്ലേ? ആ ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ജോലിക്ക് പഞ്ഞം കാണില്ല, കാരണം ടൈപ്പിങ്ങും കമ്പ്യൂട്ടറും ഇല്ലാതെ ഈ ലോകം ഇല്ലല്ലോ അല്ലേ? അതാണ്. ഓക്കെ ശരി, എവിടുന്നാ വിളിക്കണേ? നോർത്ത് പരവൂർ. ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 55 ആണോ? ശരി, 55ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ അഭിജ? നോക്കാലോ. ശരി, തുറന്നു നോക്കട്ടെ. നോക്കുവാണേ. നോക്കുന്നു. അയ്യോ, 55ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല. ഇനി അവിടെ ആരാ ഉള്ളത് തൊട്ടടുത്ത്? അമ്മയോട് പറയൂ, നിരാശപ്പെടണ്ട, ഞാൻ കമ്പ്യൂട്ടർ ജോലിക്കൊക്കെ പോയി എൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് സ്വർണ്ണ നാണയം മേടിച്ചു തരും എന്ന് പറയൂ കേട്ടോ. ശരി, താങ്ക് യു സോ മച്ച്. അത്രയൊന്നും വെയിറ്റ് ചെയ്യേണ്ട, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ, സ്വർണം കിട്ടും നോക്കാം കേട്ടോ. താങ്ക് യു, ബൈ. ശരി, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ, ആ പേര് പറയാമോ? ശ്രീജില അല്ലേ? ശ്രീജില എവിടുന്നാ വിളിക്കുന്നത്? ശ്രീജില വൈക്കത്തുനിന്നാണ് വിളിക്കുന്നത്. വൈക്കത്തുനിന്ന്. ശ്രീജില, ടെലിവിഷൻ ശ്രദ്ധിക്കരുത്, ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക കേട്ടോ. ഓക്കെ ശ്രീജില, വൈക്കത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴ പെയ്തോണ്ടിരിക്കുവാണ്. ഇപ്പൊ മഴയാണോ അവിടെ? ഹായ്, ഞങ്ങൾക്കൊന്നും ഇപ്പൊ ഇവിടെ മഴയില്ല, മഴയൊക്കെ നിർത്തി. ഇപ്പൊ ഇവിടെ നല്ല ചൂടാണ്. എൻ്റെ അമ്മോ, ചൂട് സഹിക്കാൻ പറ്റണല്ലോ, അത്ര ചൂടാണ്. ശരി, അപ്പൊ എന്തായാലും മഴ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 43. ഇതിനു മുൻപ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല, ആദ്യമായിട്ട് വിളിക്കുകയാണ്. സ്വർണം കിട്ടിയാൽ 43 തുറന്നു നോക്കാം. ഓക്കെ, ഭാഗ്യമുണ്ടോ നമുക്ക് നോക്കാം. അയ്യോ, 43ന്റെ ഉള്ളിൽ സ്വർണം ഇല്ലേ? അയ്യോ, സ്വർണ്ണം ഇല്ലെന്ന് പറഞ്ഞപ്പോ വെച്ചിട്ട് പോയി തോന്നണോ? സാരില്ല, വിളിച്ച ആളുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ ഹലോ, ഓക്കെ, അടുത്ത കോളർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത കോളർ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ, ആ പേര് പറയൂ. പേര് സുമിത. സുമിത, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു. എവിടുന്നാ വിളിക്കണേ? തിരുവല്ല. ആ ശരി ശരി, TV ശ്രദ്ധിക്കരുത് കേട്ടോ, ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക കേട്ടോ. ആ ശരി, എന്താണ് പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മക്കളും ഉണ്ട്. ഓക്കെ ശരി, മക്കളൊക്കെ സ്കൂളിലാണോ? ആണ്. എന്താണ് സ്കൂളൊക്കെ, വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നു, എല്ലാരും സങ്കടത്തിലാണോ സന്തോഷത്തിലാണോ? സന്തോഷമാണ്. ശരി, ഓക്കെ. അപ്പൊ എന്നാ നമുക്ക് ആ സന്തോഷം ഇരട്ടിക്കാം. ഒരു സ്വർണ്ണ നാണയമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം. ഒരു ഞായറാഴ്ച വെറുതെ ഇരിക്കല്ലേ. അപ്പൊ ഒരു നമ്പർ പറഞ്ഞോ. 36. 36ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ശരി, നോക്കിക്കോളൂ. 36 ഞാൻ തുറക്കാൻ പോവുകയാണ്. ഓക്കെ, അയ്യോ, 36ന്റെ ഉള്ളിൽ സ്വർണ്ണമില്ല കേട്ടോ.
സാരില്ല അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം. ഓക്കെ. അയ്യോ ടിവിയുടെ വോളിയം അങ്ങ് കൂട്ടി വെച്ചിരിക്കുക. ശരി, അപ്പൊ അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ബൈ. നമുക്ക് ടിവിയുടെ വോളിയം ഇങ്ങനെ കൂടിയിരിക്കുമ്പോഴല്ലോ നമ്മുടെ ശബ്ദം നമുക്ക് തിരിച്ചു കേൾക്കും. അത് എന്തോ ഒരു വല്ലാത്തൊരു ചമ്മലല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ടിവിയുടെ വോളിയം കൂടി ഇരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ സാരില്ല, നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രമേശൻ. എവിടുന്നാ വിളിക്കണേ രമേശ? എവിടുന്നാ വിളിക്കണേ? വൈക്കത്തുനിന്ന് ഇപ്പൊ ഒരാള് വിളിച്ചങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളൂ. ശരി, ഓക്കെ. ആരൊക്കെ ഉള്ളത് വീട്ടിൽ? എന്ത് ചെയ്യുന്നു വൈക്കത്ത്? ഞാൻ കട്ടലിൽ ഇരിക്കുന്ന ഒരാളാണ്. ടി വി കണ്ടോണ്ടിരിക്കുക, അത് തന്നെയാണ് എന്റെ പണി. ഭാര്യയുണ്ട്, മകനുണ്ട്, മകളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അത് ശരി. അപ്പൊ രമേശൻ സാറിന് വിളിക്കണം. ഓക്കെ, ശരി. അപ്പൊ ഇങ്ങനെ സ്വർണ്ണവർഷം എല്ലാ ഞായറാഴ്ചയും കാണാറുണ്ടോ? എല്ലാ ഞായറാഴ്ചയും ഞാൻ വിളിക്കാറുണ്ട്. എനിക്ക് അതൊക്കെ കണക്ട് ആവാറുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഇന്ന് സ്വർണ്ണം കിട്ടുമെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, പറഞ്ഞോളൂ. 38. കറണ്ട് ഇല്ല ഇവിടെ. കറണ്ട് ഇല്ല, കുഴപ്പമില്ല. 38 ഉള്ള നമ്പറാണ്. ഓക്കെ, അപ്പം 38-ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വൈക്കത്തിന് നമ്മളെ സ്ഥിരമായി വിളിക്കുന്ന രമേശൻ ചേട്ടൻ്റെ സ്വർണം ഉണ്ടോ എന്ന് നോക്കാം. അയ്യോ, എന്ത് തോന്നുന്നു രമേശൻ ചേട്ടാ? കറണ്ട് ഇല്ലല്ലോ, പറയോ എന്ത് തോന്നുന്നു? മനസ്സിലായി കേട്ടോ ഇപ്പൊ തന്നെ. ശരി, വീണ്ടും വിളിക്കൂ കേട്ടോ. 38-ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ലാണ്ടായിപ്പോ ഇത്തവണ. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കും. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പം നമ്മളെ വിളിച്ചത് രമേശൻ ആണ് വൈക്കത്തുനിന്ന്. 38 പറഞ്ഞത്. 38-നുള്ളിലും സ്വർണ്ണമില്ല. അടുത്ത കോളർ റെഡിയാണെന്ന് തോന്നുന്നു. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? നിമിത. എവിടുന്നാ വിളിക്കണേ വിനീത? ഞങ്ങള് ചാലക്കുടിയിൽ അന്നമനടാന്ന് പറയും. ചാലക്കുടി അല്ലേ? ശരി, ഓക്കെ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ 2 മക്കള്, അമ്മ, അച്ഛൻ. ഹസ്ബൻഡ് പുറത്ത് വർക്ക് ചെയ്യണു. പുറത്തെന്ന് പറയുമ്പോ എവിടെയാ? ഗൾഫിലാണോ? പോർച്ചുഗലില് വർക്ക് ചെയ്യുന്നു. ഓക്കെ. മക്കളൊക്കെ ഇവിടെ സ്കൂളിൽ പഠിക്കാ? അതെ. ഒരാള് 9th-ലും ഒരാള് 4th-ലും. ശരി, ഓക്കെ. അപ്പൊ എന്താണ് ചെയ്യാറ്? സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ മക്കളെയും കൊണ്ട്? അത് പോർച്ചുഗലിലൊക്കെ പോയിട്ടുണ്ടോ? പോർച്ചുഗലിൽ പോയിട്ടില്ല. മക്കളെ കൊണ്ട് സിനിമയ്ക്ക് പോവാറുണ്ട്. സിനിമയ്ക്ക് ലാസ്റ്റ് ഒരു സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടായിരുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു. എങ്ങനെ, ഇഷ്ടായോ? നല്ല സിനിമയാണ്. മറ്റേത് കണ്ടായിരുന്നു, ആഭ്യന്തര കുറ്റവാളി? അത് കണ്ടില്ല കേട്ടോ. നല്ല സിനിമ കേട്ടോ, ആസിഫ് അലിയുടെ. ഒന്ന് കാണണം. അതെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ആ സന്തോഷത്തിൽ എന്തൊരു സിനിമ ആണ്? ഫസ്റ്റ് നമ്പർ 11. ഓക്കെ. അപ്പൊ 11-ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബിനിത്തെ കാത്ത് 11-ന്റെ ഉള്ളിൽ. അയ്യോ, ബിനിത സ്വർണ്ണ ഇല്ല. അയ്യോ, കഷ്ടായല്ലോ. ആരെ 11 പറഞ്ഞ? വേറെ ഏതെങ്കിലും നമ്പർ പറഞ്ഞുകൂടായിരുന്നോ? മോള് പറഞ്ഞത് 11. സാരില്ല മോളൂട്ടി. ഇടയ്ക്കൊക്കെ നമുക്ക് തെറ്റിപ്പോവും. ഇനിയിപ്പോ മോനല്ലേ? ഒരു മോളല്ലേ? അല്ല, 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളാണ്. ശരി, ഓക്കെ. അപ്പൊ ഇനി മറ്റാള് പറയുന്ന നമ്പർ അടുത്ത പ്രാവശ്യം പറയൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. ശരി എന്നാ, താങ്ക് യു. ബൈ. കുറേ നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ തുടരും സിനിമയുടെ സക്സസ് നമുക്കൊക്കെ അറിയാം. പക്ഷെ അധികം പ്രൊമോട്ട് ചെയ്യപ്പെടാത്ത എന്ന് ഞങ്ങൾക്ക് കണ്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞാൽ ആസിഫ് അലിയുടെ സിനിമ. ആസിഫ് അലി അഭിനയിച്ച് മരിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അത്ര ഭംഗിയായി അഭിനയിച്ചിരിക്കുന്ന, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഭയങ്കര സ്ട്രോങ് ആയൊരു സോഷ്യൽ മെസ്സേജ് ഉള്ള ഒരു സിനിമയാണ് കേട്ടോ. കണ്ടു നിറയുന്ന ഒരുപാട് സന്ദർഭങ്ങളുള്ള നല്ലൊരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. പോയി കാണട്ടോ. കാരണം ഒരുപാട് പ്രൊമോഷനൊന്നുമില്ല, നമ്മളിങ്ങനെ ആരും പറഞ്ഞ് നല്ലതാണെന്ന് കേട്ടിട്ട് പോയി കണ്ടതാണ്. നല്ല സിനിമയാണ്. ശരി, അപ്പോൾ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എവിടുന്നാ വിളിക്കണേ? രമ. തിരുവനന്തപുരത്ത് എവിടെയാണ് രമ? ചാക്ക. ശരി. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട് രമ? രഹസ്യം പറയണ്ടേ? ശരി, ഓക്കെ. എന്തോ കണക്ഷൻ ഡിസ്റ്റർബൻസ് ഉണ്ട്. നമ്പർ പറഞ്ഞോളൂ രമ.
42. ശരി, 42ന്റെ ഉള്ളിൽ രമേക്കാത്ത് സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 42 തുറക്കാൻ പോവാണ്. അയ്യോ, രമ സ്വർണ്ണ ഇല്ല. കഷ്ടായി പോയി. പ്രതീക്ഷ ഉണ്ടായിരുന്നോ? രമ പോയി. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നമ്മളെ വിളിച്ചത് രമയാണ്. നമ്മുടെ തിരുവനന്തപുരം ചാക്കയിൽ നിന്നുമാണ് രമ വിളിച്ചത്. അപ്പോൾ എന്തായാലും രമ 42 പറഞ്ഞത്. 42ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. സാരമില്ല. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കോൾ കണക്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരാം. അപ്പോൾ ഇതുവരെ ആർക്കും സ്വർണ്ണം കിട്ടിയിട്ടില്ല. പക്ഷെ എപ്പോഴും ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് രാശി കൂടും എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചെത്താം ഓൺ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. നമ്മളൊരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. ബ്രേക്കിന് പോകുന്നതിന് മുൻപ് വിളിച്ച ആർക്കും തന്നെ സ്വർണം കിട്ടിയിട്ടില്ല. പക്ഷേ അതൊരു എന്താ പറയുക, അതൊരു വലിയ കാര്യമല്ല. ഇനി അങ്ങോട്ട് വരുന്നവർക്ക് ചാൻസസ് കൂടുകയാണ്. കാരണം അത്രയും നമ്പേഴ്സ് പോയല്ലോ. അപ്പോൾ ബാക്കി കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ. ആ കുറച്ച് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലേ? ശരി, അപ്പോൾ നമ്മുടെ അടുത്ത കോളർക്ക് ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ. ഹലോ, ആ പേര് പറയൂ. എന്റെ പേര് ഗീത. ഗീത എവിടുന്ന വിളിക്കണേ? ഗീത. ഓക്കെ, ഗീത എവിടുന്ന വിളിക്കണേ? കാഞ്ഞിരപ്പള്ളി. ശരി, കാഞ്ഞിരപ്പള്ളി. എന്താ ചെയ്യുന്നേ? വീട്ടിലെ ചെറിയ പണിയൊക്കെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ശരി ശരി, ഓക്കെ. നമ്മുടെ തിരുവനന്തപുരത്ത് ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ടുണ്ടോ? തിരുവനന്തപുരം അല്ല, കാഞ്ഞിരപ്പള്ളി. അതറിയാം. ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കണേ. വന്നിട്ടില്ല. ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ഗീത. 25. ഓക്കെ, 25ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 25 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, 25ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല. ദൈവമേ, അത് കണ്ടതും കോള് കട്ട് ചെയ്തല്ലോ. സാരില്ല. ഞാൻ ഗീതയെടുത്ത് തിരുവനന്തപുരത്ത് വരുന്നതെന്ന് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തിരുവനന്തപുരത്ത് വരുന്നവരെയൊക്കെ നമ്മൾ പല സ്ഥലങ്ങളും നമ്മൾ കാണിക്കാറുണ്ട്. നമ്മുടെ പത്മനാഭൻ്റെ എന്താ പറയുക, അനന്ത പത്മനാഭൻ്റെ കൊട്ടാരം എന്ന് തന്നെ പറയാവുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം കാണാണ്ട് ആരും തിരിച്ചു പോകരുത് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ കോവളം കാണണം, വർക്കല കാണണം അല്ലേ? വർക്കല കുറച്ച് തിരുവനന്തപുരത്ത് അപ്പുറമാണ്, എന്നാലും ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു സ്ഥലമാണ് നമ്മുടെ പോത്തി സ്വർണ്ണമഹൽ എന്ന് പറയുന്നത്. നമ്മുടെ പോത്തി സ്വർണ്ണമഹലിൽ ഒരുപാട് നല്ല നല്ല ഓഫേഴ്സും ഒരുപാട് നല്ല ഓർണമെൻറ്റ്സും ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാല, നല്ലൊരു മാലയാണ്. അൺകട്ട് ഡയമണ്ട്സിൻ്റെ മാലയാണ് കേട്ടോ. അൺകട്ട് ഡയമണ്ട്സും അതേപോലെ പ്രഷ്യസ് സ്റ്റോൺസും. ഓക്കെ, പിന്നെ അതേപോലെ അതിൻ്റെ കമ്മലുണ്ട്, പിന്നെ നല്ലൊരു റിങ്ങും, പിന്നെ ഒരു വളയും. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു വൈറ്റ് ഷർട്ടും ഒരു ഗ്രീൻ സ്കേർട്ടുമാണ്. അപ്പോൾ അതിന് ചേരുന്ന രീതിയിലുള്ളതാണ്. എന്നാൽ ഒരുപാട് എടുത്ത് നിൽക്കുന്നുമില്ല. ധാരാളം ഓഫേഴ്സ് ഉണ്ട്. ഈ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയമണ്ട് ഡേ വരെയാണ്, ജൂൺ 14, 15 തീയതി. അപ്പോൾ ഡയമണ്ട് ഡേയോടനുബന്ധിച്ച് 1000
ഒരു ക്യാരറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 10,000 രൂപ ഓഫ് കിട്ടുകയാണ്. 10,000 രൂപ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. അതേപോലെ തന്നെ നമുക്ക് 1/2 ക്യാരറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായിട്ടും ലഭിക്കുന്നുണ്ട്. ചില്ലറ കാര്യമല്ല അല്ലേ. അതേപോലെ ചിങ്ങമാസമൊക്കെ വരികയാണ്. ചിങ്ങമാസത്തിലേക്ക് നിങ്ങൾക്ക് സ്വർണ്ണ വില ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ വില കൂടുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന വിലയിൽ കിട്ടും. കുറയുവാണെങ്കിൽ ആ കുറഞ്ഞ വിലയ്ക്കും സ്വർണ്ണം പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ധാരാളം ഓഫേഴ്സും ഇതേപോലെ ധാരാളം നല്ല നല്ല ഡിസൈൻസും ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് പോത്തി സ്വർണ്ണമഹൽ തിരുവനന്തപുരത്തുള്ള എല്ലാവരും പോയി കാണേണ്ടതും പർച്ചേസ് ചെയ്യേണ്ടതുമായ ഒരു സ്ഥലമാണ്. ഓക്കെ, ശരി. അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. ഹലോ, ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഷെഫിൻ. എവിടുന്ന വിളിക്കണേ? ഷെഫിൻ, തിരുവല്ല. ഓക്കെ, എന്ത് ചെയ്യുന്നു ഷെഫിൻ? ഞാൻ ദുബായിലാണ് വെക്കേഷനിൽ വന്നേക്കുവാ. ഇപ്പൊ വെക്കേഷൻ വന്നിരിക്കുക. ബട്ട് വാട്ട് ഡു യു ഡു? ദുബായിൽ എന്താ ചെയ്യുന്നേ? ഞാൻ ലോജിസ്റ്റിക്സിനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ശരി, ഓക്കെ. ദുബായിൽ എവിടെയാണ്? ഞാൻ പ്രോപ്പർ ദുബായ് തന്നെയാണ്. ദുബായിൽ. ഓക്കെ, ശരി. എങ്ങനെയുണ്ട് അവിടെ? നല്ല പൊള്ളുന്ന ചൂടല്ലേ ഇപ്പോ? അതെ, ചൂടാ, നല്ല ചൂടാണ്. അപ്പൊ നാട്ടിലും ചൂട്, അവിടെയും ചൂട് അല്ലേ? ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതെ. ഇനി എന്നാ തിരിച്ചു പോണേ? വെനസ്ഡേ. ഇങ്ങനെ ഫാമിലി ആയിട്ട് അവിടെയാണോ? ഫാമിലി ആയിട്ട് വന്നതാണോ? ഫാമിലി ആയിട്ട് വന്നതാണ്. വെരി നൈസ്. ഓക്കെ, അപ്പൊ നാട്ടിൽ കുറച്ച് നാള് നല്ല സ്വസ്ഥമായി സമാധാനമായിട്ടൊക്കെ ഇരുന്നിട്ട് തിരിച്ചു പോകാൻ പോകുന്നു അല്ലേ? ഓക്കെ, ശരി. അപ്പം ലെറ്റ്സ് സീ, ഒരു ഗോൾഡ് കോയിനും കൂടെ കിട്ടുമെന്ന് നോക്കാം. ടു മേക്ക് യുവർ സ്റ്റേ ഹിയർ മെമ്മറബിൾ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറഞ്ഞോളൂ ഷെഫിൻ. നമ്പർ 15. 15. ഓക്കെ, 15ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. നമ്മുടെ പ്രവാസി മലയാളിയായ ഷെഫിനെ കാത്ത് 15ന്റെ ഉള്ളിൽ. അയ്യോ ഷെഫിൻ, നമ്മൾ അവിടെ മണലാരണ്യത്ത് നിന്ന് കഷ്ടപ്പെട്ടൊക്കെ ശമ്പളം കിട്ടിയാൽ ജോലി ചെയ്ത് സ്വർണം മേടിക്കാം അല്ലേ? നമുക്കൊന്നും ആരും ഫ്രീ ആയിട്ട് സ്വർണം തരൂലെന്ന് അല്ലേ? No, I was just joking. എന്നാലും നെക്സ്റ്റ് സൺഡേ യു വോണ്ട് ബി ഹിയർ. ഐ വിഷ് യു എ ഹാപ്പി ആൻഡ് സേഫ് ജേർണി. എപ്പോഴെങ്കിലും ഇനി വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് ഷെഫിനാണ്. ദുബായിലാണ് ഷെഫിൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നാട്ടിൽ ജസ്റ്റ് വെക്കേഷന് വന്നതാണ് കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ട്. ഷെഫിനൊന്ന് വെറുതെ വിളിച്ചു നോക്കിയതാണ്. സ്വർണ്ണം കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ അല്ലേ? ഒരിക്കലും ഈ വെക്കേഷൻ മറക്കാൻ പറ്റാത്തൊരു വെക്കേഷനായി മാറിയെന്നെ, പക്ഷേ കിട്ടിയില്ല. ശരി, അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ. പേര് പറയൂ. കാവ്യ. കാവ്യ, ടെലിവിഷന്റെ വോളിയം കുറച്ചിട്ട് വന്നേ, പെട്ടെന്നാവട്ടെ. പെട്ടെന്നാവട്ടെ. ഓക്കെ, കാവ്യ. ഹലോ. യെസ്, എന്തൊക്കെയുണ്ട് കാവ്യ വിശേഷങ്ങൾ? സുഖായിരിക്കണം. എവിടെന്നാ വിളിക്കണേ കാവ്യ? തൃശ്ശൂർ, ചേരക്കരയെന്നാണ്. തൃശ്ശൂർ. ശരി, ഓക്കെ. എങ്ങനെയാണ് അവിടെ? ചൂടൊക്കെ നല്ല കുതിച്ചു നിൽക്കുകയാണോ? സൂര്യൻ നമ്മുടെ അതന്നെ, നല്ല ചൂടാണ്. അതെ അതെ, ശരി. ഓക്കെ, ശരി. കാവ്യ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ടീച്ചിങ് കോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. പഠിപ്പിക്കാൻ ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ഇനി എവിടെയെങ്കിലും ടീച്ചറായിട്ട് കയറും സ്കൂളിലോ? അതെ അതെ. ഓക്കെ, വെരി ഗുഡ്. ശരി, ഓക്കെ കാവ്യ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 37. ശരി, 37ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഓക്കെ. അയ്യോ കാവ്യ, 37ന്റെ ഉള്ളിൽ സ്വർണം ഇല്ലാണ്ടായിപ്പോയി. സാരമില്ല കാവ്യ, വീണ്ടും വിളിക്കുക അടുത്ത പ്രാവശ്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ശരിക്കും നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30കൾ നോക്കുകയാണെങ്കിൽ 35, 36, 37, 38 4 പോയി കഴിഞ്ഞു. ഇനി അവസാനം നമ്മൾ സ്വർണം കാണിക്കുമ്പോൾ വാട്സാപ്പിൽ ആരെങ്കിലും 39 വരെ അവർക്ക് സ്വർണം കിട്ടുകയും ചെയ്യും. ആ അവസരം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു അവസ്ഥ. അതുപോലെ 34. എനിക്കൊന്ന് കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? വാട്സാപ്പിൽ നമ്പർ നമ്മൾ ലാസ്റ്റിൽ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും വാട്സാപ്പിലെ വിന്നറിൻ്റെ അവർ പറഞ്ഞ നമ്പർ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ തുറക്കുമ്പോൾ ഇത്രയും പറഞ്ഞിട്ട് കിട്ടാതെ തൊട്ടടുത്ത നമ്പർ ആയിരിക്കും. അങ്ങനെ വരാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ 30കളിൽ കാണുന്നു. ഓക്കെ, അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? നവനീത. എവിടുന്നാ വിളിക്കുന്നേ? നവനീത, തിരുവനന്തപുരത്ത്. എവിടുന്നാണ് വിളിക്കുന്നേ? ഉരുട്ടമ്പലം. ശരി, നവനീത ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
ഇപ്പൊ 6th-ലാണോ? കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച് സംസാരിച്ച നവനീതയാണോ ഈ നവനീത? ആ സെയിം നവനീതയാണല്ലേ? വാട്ട് എ സർപ്രൈസ്. ഓക്കെ, അപ്പൊ നവനീത പാട്ട് പാടി തന്നായിരുന്നോ കഴിഞ്ഞ തവണ? ആന്റിക്ക് ഓർമ്മയില്ല. ഇത്തവണ ഒരു പാട്ട് പാടാമോ? പാടിക്കോ. അടിപൊളി, സൂപ്പർ, വെൽ ഡൺ നവനീത. അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ. നവനീത പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, മിടുക്കി, പഠിക്കണം കേട്ടോ. ശരി, അപ്പൊ ഇനി നവനീതയ്ക്ക് ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. ഒരു സ്വർണ്ണ നാണയം ഞങ്ങൾ സമ്മാനമായിട്ട് നൽകാൻ പറ്റുമോ നോക്കട്ടെ, പറഞ്ഞോളൂ. 54 മോളെ? 54? ഓക്കെ, 54-ന്റെ ഉള്ളിൽ നമ്മുടെ നവനീതയ്ക്ക് സ്വർണ്ണമുണ്ടോ നോക്കാം. ആന്റി തുറക്കാൻ പോവാണ്, ശരിക്കും നോക്കിക്കോളൂ. അയ്യോ നവനീത, 54-ന്റെ ഉള്ളിൽ സ്വർണ്ണമില്ല. അപ്പൊ നവനീത കഷ്ടപ്പെട്ട് പാട്ടൊക്കെ പാടി തന്നിട്ട് വെറുതെ ആയോന്ന്? സാരില്ല നവനീത, മിടുക്കി കുട്ടിയായിട്ട് പാടി. ഇത്രയും പേര് കേൾക്കുന്നില്ലേ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ നവനീതയുടെ പാട്ട് കേട്ടില്ലേ? അതാണ്. ശരി, മിടുക്കി കുട്ടി, അടുത്ത പ്രാവശ്യം വിളിക്കൂ. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നന്നായി പാടി നവനീത. അതും ഇത് നവനീത എന്താ ശരിക്കും കേട്ടിട്ടുണ്ടോ ഈ പാട്ടെന്ന് തന്നെ അറിയില്ല. ചിലപ്പോൾ അമ്മ പാടി കൊടുക്കണതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ശരി, അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശ്രീവേദ. നിവേദ? ശ്രീവേദ. ശ്രീവേദ അല്ലേ? ശരി, എവിടുന്നാ വിളിക്കണേ ശ്രീവേദ? കോഴിക്കോട്. കോഴിക്കോട്. ശരി, എന്തൊക്കെയുണ്ട് കോഴിക്കോട്? ചൂടൊക്കെ എങ്ങനെയുണ്ട് കോഴിക്കോട്? നല്ല വെയില. നല്ല അടിപൊളി ചൂടാണ് അല്ലേ? അപ്പൊ എന്താ ചെയ്യാറ്? വീട്ടിൽ തന്നെ ഇരിക്കുവോ ഫുൾ ടൈം? പുറത്തേക്ക് എങ്ങും ഇറങ്ങാറില്ല? വീട്ടിൽ തന്നെ ഇരിക്കും? സ്കൂളിൽ പോണം. ഏത് ക്ലാസ്സിലാണോ പഠിക്കണേ? ഏത് സ്കൂളിൽ, ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കണേ. ശരി, ഓക്കെ ഓക്കെ. അപ്പൊ സ്കൂളിൽ പോണം, അതൊരു പ്രശ്നമാണ് അല്ലേ? 2 മാസം അവധി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി സ്കൂളിലേക്ക് പോവാണ്. ശരി, സാരില്ല. പക്ഷെ ബാക്കി തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ തന്നെ ഇരിക്കൂ, നിറയെ വെള്ളം കുടിക്കൂ കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ വേദക്കുട്ടി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 65 അല്ലേ? ഓക്കെ, നമ്മുടെ വേദക്കാത്ത 65-നുള്ളിൽ സ്വർണ്ണം. എൻ്റെ വേദ ഇത്തവണ ആർക്കും സ്വർണം കിട്ടിയിട്ടില്ല. ഇനി ശ്രീവേദക്കാണോ ആദ്യം നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. 65 തുറക്കാൻ പോവാണ്. അയ്യോ, 65-ന്റെ ഉള്ളിൽ സ്വർണമില്ല. സാരല്ല ശ്രീവേദ. അപ്പൊ എന്തായാലും മിടുക്കിയായിട്ടൊക്കെ പഠിക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അടുത്ത പ്രാവശ്യം വിളിക്കാം. ബൈ. ശരിയാട്ടോ ശ്രീവേദ പറഞ്ഞു. കാരണം ലോകം മുഴുവൻ ചൂട് എന്ന് പറയുന്ന ഒരു സമയമാണിപ്പോൾ. എന്നിട്ടും കുട്ടികൾക്ക് ഈ സ്കൂളിൽ പോകേണ്ടി വരുന്നത് ഭയങ്കര പാടാണ്. എന്നാൽ മഴ ഒരു ഭാഗത്ത്, വെട്ടിത്തിളയ്ക്കുന്ന ചൂടൊരു ഭാഗത്ത്, എല്ലാം കൂടെ കുട്ടികളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് ശരിക്കും. ശരി, എന്തായാലും എന്ത് പറയാൻ, തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷം സ്വസ്ഥമായിട്ടിരിക്കുക. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും കൊറോണയൊക്കെ കൂടുന്നു എന്ന് പറയണം. അപ്പോൾ അതും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, എന്നാലും ഒന്ന് സൂക്ഷിക്കുക അല്ലേ? ശരി, അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ഹലോ ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇത് ധനലക്ഷ്മിയാണോ? അതെ. എന്തൊക്കെയുണ്ട് ധനലക്ഷ്മി, സുഖാണോ? സുഖായിരിക്കണോ? എന്തൊക്കെയുണ്ട്? ചൂടൊക്കെ എങ്ങനെ നമ്മൾ തരണം ചെയ്യുന്നു? ചൂട് എനിക്ക് തോന്നുന്നു മഴയെക്കാളും ബെറ്റർ ചൂടാണെന്നാ. അയ്യോ എന്റെ അമ്മേ, മഴയൊക്കെ ബെറ്റർ ചൂട്. ഒന്നും കൂടാൻ പാടില്ല. ചൂടാണെങ്കിൽ നമുക്ക് വീശിയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. മഴയാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും? മഴയൊക്കെ പെയ്ത് കറണ്ടൊക്കെ പോയാൽ പിന്നെ തീർന്നു അല്ലേ? കറണ്ട് പോണത് അല്ലല്ലോ വിഷയം. എവിടെ എന്തൊക്കെയാ കേൾക്കണത് നമ്മള്. അതെ, ശരിയാ. വെള്ളപ്പൊക്കം, അതെ അതെ അതെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിയാണ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടാതിരിക്കുക, എല്ലാം ഒരു ബാലൻസിൽ പോവാ അല്ലെ? അതെ, ബാലൻസ് ചെയ്ത്. പണ്ടാണെങ്കിൽ എല്ലാം ബാലൻസ്. അതെ. അയ്യോ ധനലക്ഷ്മി, പേടിയാണ്. അതാണ്.
സാരില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഒരുപാട് വിഷമങ്ങളൊന്നും ആർക്കും ഈ ഒരു കാലാവസ്ഥയിൽ വരാതിരിക്കട്ടെ. ഓക്കെ, ശരി ധനലക്ഷ്മി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഇഷ്ടപ്പെട്ട നമ്പർ 70. 70, ഏറ്റവും അറ്റത്തെ 70 പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ധനലക്ഷ്മി. ഞാൻ തുറക്കാൻ പോവാണ് ധനലക്ഷ്മി. ഇല്ലാന്ന് മാത്രം പറയരുത് കേട്ടോ. അങ്ങനെ പറയാൻ പാടില്ല അല്ലേ? അപ്പൊ ഇല്ലെങ്കിൽ ഞാൻ എന്ത് പറയണം? ആംഗ്യ ഭാഷ കാണിക്കാം. ഉണ്ടെന്ന് പറയണം. അയ്യോ, ശരി. അപ്പൊ 70 ഞാൻ തുറക്കാൻ പോവാ, നോക്കിക്കോളൂ കേട്ടോ. 70 ഞാൻ തുറന്നു, അടച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ തുറക്കുന്നു, അടയ്ക്കുന്നു. സാരല്ലേ ധനലക്ഷ്മി, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നു അടയ്ക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. ഒന്നും ഇല്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ശരി, അപ്പൊ ധനലക്ഷ്മി എന്തായാലും അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം. എനിക്കറിയാം വിളിക്കുന്നത്. ഓക്കെ, താങ്ക് യു ധനലക്ഷ്മി. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. ഓക്കെ, ഇല്ലാന്ന് മാത്രം പറയരുതെന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്പർ ചൂസ് ചെയ്ത് നല്ല നമ്പറായിരുന്നു, ഏറ്റവും അവസാനത്തെ നമ്പർ 70. ശരി, അപ്പോൾ വീണ്ടും വിളിക്കും ധനലക്ഷ്മി നെക്സ്റ്റ് ടൈം. ഓക്കെ, അടുത്ത കോൾ ആരാന്ന് നോക്കാം. ഹലോ ഹലോ. ഓക്കെ, എനിക്ക് തോന്നുന്നു കോൾ കണക്റ്റഡ് ആവുന്നേ ഉള്ളൂ തോന്നുന്നു. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഇന്ദിര. എവിടുന്നാ വിളിക്കണേ? ഇന്ദിര. ഇന്ദിര. എവിടുന്നാ വിളിക്കണേ? ചാലക്കുടി. ചാലക്കുടി. ശരി, ഓക്കെ. അപ്പൊ ഇന്ദിര, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താണ് വീട്ടില്? നല്ല വെയിലാണ്. നല്ല വെയിലാണ്. അപ്പൊ വീട്ടിൽ എന്താണ് പരിപാടി? എന്താ സാധാരണ ചെയ്യാറ്? വെറുതെ ഇരിക്കുന്ന വിശ്രമ വേളകളിൽ എങ്ങനെ ആനന്ദകരമാക്കും അത് പറയൂ. ഞാൻ മിക്കതും റേഡിയോ കാണും, കേൾക്കും, പാട്ടുകൾ കേൾക്കും. പാട്ട് പഠിച്ചിട്ടുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്. അടിപൊളി. അപ്പൊ ഞങ്ങൾക്കൊരു പാട്ട് പാടിത്തരാം. പെട്ടെന്ന് താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, എൻ്റെ വിരുന്നുകാരൻ. പോരെ? അടിപൊളി, സൂപ്പർ, വെരി ഗുഡ്. നല്ല പാട്ടും നല്ല സെലക്ഷൻ ഓഫ് സോങ്, നന്നായി പാടി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഇനി ഞാൻ ഇന്നാണ് ആദ്യമായിട്ട്, അതിനു മുൻപ് പരസ്യം കാണാറുണ്ട്, നമ്പറൊക്കെ ഇന്നാണ് കണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം ഇപ്പൊ ടി വി കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്പേഴ്സ് ഒക്കെ അറിയാലോ അല്ലേ? ഇത് എത്ര മണിക്കാ തുടങ്ങുന്നേ? ഇത് 12 മണി തൊട്ട് 1 മണി വരെ. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. പറയാം. നമ്പർ കാണുന്നില്ലല്ലോ. ഏതാ പറഞ്ഞു? 40. 40 ഹലോ, എന്താ നമ്പർ? 40 ആണോ? 40. ഓക്കെ, ഞാൻ 40 എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി 41 42 അങ്ങനെ എന്തോ ബാക്കി വരണ്ടോ എന്ന് വിചാരിച്ചു. ശരി, അപ്പൊ ഞാൻ 40 തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. തുറക്കുന്നു. അയ്യോ, 40ക്കുള്ളിൽ സ്വർണ്ണം ഇല്ലല്ലോ. ഇന്ന് ഇതുവരെ വിളിച്ച ആർക്കും തന്നെ സ്വർണം കിട്ടിയിട്ടില്ല. ഈ സ്വർണ്ണം ഒക്കെ ഇനി വാട്സാപ്പുകാർക്കായിരിക്കും പോണേ, പറയാൻ പറ്റില്ല. ഇനി വിളിക്കാം. പക്ഷെ ഇന്നിപ്പോ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടാവും. ഇനി ഒരു തവണ വിളിച്ച് കിട്ടിയില്ല. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം, അടുത്ത ആഴ്ച. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയല്ലേ? അപ്പൊ നമ്മൾ വിളിച്ചവർ തന്നെ വീണ്ടും എല്ലാവർക്കും അവസരം കിട്ടട്ടെ എന്നൊരു രീതി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്നുകൂടെ വിളിച്ച് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്കും കൂടി ഒരു അവസരം കൊടുക്കാത്രേ ഉള്ളൂ. ശരി, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്താ പേര്? അബ്ദുൾ. എവിടുന്നാ വിളിക്കണേ അബ്ദുൾ? എവിടുന്നാ വിളിക്കണേ അബ്ദുൾ? കേൾക്കുന്നില്ല, കട്ട്. പാലക്കാട്. ശരി. എന്തൊക്കെയാണ് അബ്ദു വിശേഷങ്ങൾ? പാലക്കാടൊക്കെ എന്താണ് വിശേഷങ്ങൾ? സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ അബ്ദു? ആരാണ് ഇന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? അബ്ദുന്റെ ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? പറയൂ, ആരാണ്? മോഹൻലാലാണ്. എവർഗ്രീൻ അല്ലേ? ശരി, ഓക്കെ. ഞാൻ വേറെ ആരെങ്കിലും വേറെ പേരുകൾ എന്തെങ്കിലും വരുമോന്ന് കാത്തിരിക്കുകയായിരുന്നു. ശരി അബ്ദു, എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ.
58. ശരി, 58ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നോക്കാം. അബ്ദുനക്കാത്ത് 58ന്റെ ഉള്ളിൽ നോക്കട്ടെ. അയ്യോ അബ്ദുൾ, 58ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല. സാരല്ല അബ്ദു, വീണ്ടും വിളിക്കുക അടുത്ത പ്രാവശ്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ. അപ്പം നമ്മളെ വിളിച്ചത് അബ്ദുള്ളാണ്. അബ്ദുൾ വിളിച്ചിട്ട് പറഞ്ഞത് 58ആണ്. പക്ഷെ 58നുള്ളിൽ സ്വർണ്ണം. ഇത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ബോർഡ് നോക്കിക്കോളൂ. നമുക്കിപ്പോൾ വന്നിട്ടുള്ള ധാരാളം കോൾസും ധാരാളം നമ്പേഴ്സും പോയി. അപ്പം ഇനി ബാക്കിയുള്ള നമ്പേഴ്സിൽ എവിടെയോ സ്വർണം കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളെടുത്താവാം. ഓക്കെ, അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് മീന. എവിടുന്നാ വിളിക്കണേ മീന? പട്ടിയൂർക്കാവ്. ശരി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താ ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു മീന? അല്ല, ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ, ശരി. വീട്ടിലെ ബഹളം ഒന്നും കേൾക്കുന്നില്ലല്ലോ, നല്ല സ്വസ്ഥമായിരിക്കുകയാണ്. വീട്ടിൽ ആരുമില്ല. ഞാനും ഹസ്ബൻഡ് മാത്രമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ മാത്രമേ. ബെസ്റ്റ് ടൈം ടു കോൾ അല്ലേ? ആരുമില്ല. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ മീന. നമ്പർ 22. ശരി, 22ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ശരി, അപ്പൊ 22 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ല. ഓക്കെ, കഴിഞ്ഞ തവണ സ്വർണം കിട്ടിയിരുന്നോ? അയ്യോ ഇല്ല, ഇതൊരു 6ാമത്തെ 7ാമത്തെ കോളാ. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. ശരി, സാരില്ല. ഇനി ചിലപ്പം 8ാമത്തെ കോളിലായിരിക്കും കിട്ടുന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യം കേട്ടോ. താങ്ക് യു സോ മച്ച്, ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് മീന ചേച്ചിയാണ്. വട്ടിയൂർക്കാവിൽ നിന്നാണ് വിളിച്ചത്. 22 പറഞ്ഞ് 22ലും സ്വർണ്ണമില്ല. ഓക്കെ, ശരി. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് അമ്പിളി. എവിടുന്നാ വിളിക്കണേ അമ്പിളി? എറണാകുളത്ത് നോർത്ത് പറവൂരുന്ന്. ആഹാ, ഓക്കെ. ആദ്യമായിട്ടാണോ അമ്പിളി സ്വർണ്ണവർഷത്തിലേക്ക് വിളിക്കുന്നേ? ആദ്യമായിട്ട് കുറെ ട്രൈ ചെയ്യാറുണ്ട്, കിട്ടാറ്. ആദ്യമായിട്ടാണ് കിട്ടിയേക്കണത്. ആദ്യമായിട്ട് കിട്ടി. ഓക്കെ, അപ്പൊ നല്ല പ്രതീക്ഷയിലാണ്. സ്വർണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ആ പ്രതീക്ഷ തകരാതിരിക്കട്ടെ. നമ്പർ പറഞ്ഞോളൂ. നല്ലോണം ആലോചിച്ച് ഒരു നമ്പർ തിരഞ്ഞെടുക്കൂ അമ്പിളി. 61 അമ്പിളി പറഞ്ഞിരിക്കുന്നത്. 61ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കിയേക്കാം. അമ്പിളി തുറക്കുന്നു. നോക്കിക്കോളൂ. അയ്യോ, അത്ര അങ്ങോട്ട് ആലോചിക്കണ്ടായിരുന്നു തോന്നുന്നു. 61നുള്ളിൽ സ്വർണ്ണം ഇല്ല. അയ്യോ, അങ്ങനെ പറയരുത്. വീണ്ടും വിളിക്കൂ കേട്ടോ. 61 അല്ലായിരുന്നെങ്കിൽ ഏത് നമ്പർ പറയുമായിരുന്നു അമ്പിളി? ഏത് പറയുമായിരുന്നു? 61 അല്ലെങ്കിൽ 61 അല്ലായിരുന്നെങ്കിൽ അമ്പിളി ഏത് നമ്പർ പറയുമായിരുന്നു? 59. ശരി, അത് നമുക്ക് അവസാനം നോക്കാം കേട്ടോ. 59ൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഇനി അതിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാൻ സാധിക്കില്ല. പക്ഷെ വെറുതെ അമ്പിളിയുടെ മനസ്സമാധാനം ഒന്ന് കെടുത്താലോ? അതിനു വേണ്ടി. ശരി, താങ്ക് യു അമ്പിളി, ബൈ. ടേക്ക് കെയർ. ഒരാളുടെ മനസ്സമാധാനം കെടുത്തിയപ്പോ എന്തൊരു സന്തോഷം എന്നൊക്കെ. ശരി, നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? അയ്യോ, ശ്രീഹർ വരെ കേട്ടു. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ അങ്ങ് മുങ്ങിപ്പോയി. ഒന്നുകൂടെ പറയാമോ? ഓ, ശ്രീ ശങ്കരി എന്നാണോ പേര്? ഓ, ശ്രീ ഹരിശങ്കരി. ശരി, അപ്പൊ എന്താ വീട്ടിൽ വിളിക്കാറ്? ശ്രീ എന്നാണോ, ഹരി എന്നാണോ, ശങ്കരി എന്നാണോ? എന്താ വിളിക്കാറ്? ശങ്കരി എന്നാ വിളിക്കണേ. ശരി, ശങ്കരി കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 7ാം ക്ലാസ്സിലാണ്. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ഇന്ന് ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നില്ലേ? ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം എങ്ങനെയാണ് ക്ലാസ്സിൽ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? അതോ ഷഫിൾ ചെയ്തോ? വേറെ ഡിവിഷനിലാക്കിയോ ഫ്രണ്ട്സിനെ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അടിച്ചു പൊളിച്ച് സ്കൂളിലൊക്കെ പോണു അല്ലേ? ശരി, ഓക്കെ. എന്താവാനാണ് ആഗ്രഹം ശങ്കരിക്കുട്ടിക്ക് വലുതാവുമ്പോ? ടീച്ചർ ആവാനാണ് ആഗ്രഹം. ശരി, നല്ല കുട്ടി കേട്ടോ. ശരി ശങ്കരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 1 മിനിറ്റോ? 64. ശരി, 64ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ നമുക്ക് നോക്കാം. നമ്മുടെ ശങ്കരിയെ കാത്ത് 64ന്റെ ഉള്ളിൽ ആന്റി തുറക്കാൻ പോവാണ്. അയ്യോ, ശങ്കരി കണ്ടില്ലേ? 64നുള്ളിൽ സ്വർണ്ണം ഇല്ല. സാരില്ല ശങ്കരി, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം കേട്ടോ. ഫ്രണ്ട്സിനോടും വിളിക്കാൻ പറയണം കേട്ടോ. ഓക്കെ,
ശരി, ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. 12:45 നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ 12:45 അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ നമുക്കത് തുറക്കാൻ സാധിക്കില്ല. ഇതുവരെ വന്ന മെസ്സേജസ് ഏതൊക്കെയാണ്, ഏത് നമ്പറിൻ്റെതാണ്, ഇതൊക്കെ നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇനിയുള്ള ഒരു 10-15 മിനിറ്റ്. അപ്പോൾ അതിനുള്ള അവസരം ഞങ്ങൾക്കൊക്കെ തരിക. ഓക്കെ, അപ്പോൾ എന്തായാലും വാട്സാപ്പ് എല്ലാവരും അയച്ചിട്ടുള്ളതൊക്കെ ഇനി നിർത്തുക. ഇനി കോൾസിനുള്ള സമയമാണ്, കുറച്ച് കോൾസിലൂടെ എടുക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ബ്രേക്കിനുള്ള സമയമായോ എന്നെനിക്കറിയില്ല. എന്തായാലും ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പ്രേക്ഷകർക്ക് സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. ഞാൻ ദീപ രാഹുൽ ഈശ്വർ. ഇടവേളയ്ക്ക് ശേഷം എല്ലാവർക്കും ഈ സ്വർണ്ണ മഴയിലേക്ക് സ്വാഗതം. എവിടെ സ്വർണ്ണം? മഴ പെയ്യുന്നില്ലല്ലോ. ഇന്ന് ആർക്കും തന്നെ സ്വർണ്ണം കിട്ടിയിട്ടില്ല. സ്വർണ്ണം മഴ പെയ്യുന്നു എന്നൊക്കെ ഞാൻ വെറുതെ ഓവറാക്കി പറയുന്നതാണ്. ഇന്ന് ആർക്കും സ്വർണ്ണം കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഇനി നമുക്ക് സമയമുണ്ടല്ലോ. ചില എപ്പിസോഡിലേക്ക് അവസാനം വിളിക്കുന്ന കോളർക്ക് സ്വർണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വാട്സാപ്പിലൂടെ നിരവധി ആളുകൾ നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തും സ്വർണ്ണമുള്ള നമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. കോൾ കണക്റ്റഡ് ആണോ? ഹലോ അല്ല, ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും വാട്സാപ്പിലേക്ക് ഇനി ആരും മെസ്സേജ് അയക്കരുത്. കാരണം നമ്മൾ അയക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. വാട്സാപ്പിൽ അയച്ചവരിൽ സ്വർണ്ണമുള്ള നമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളവരുമുണ്ട്. സോ അത് നമുക്ക് നോക്കാം ആരാണെന്ന്. അപ്പോൾ ഇനി അതിനുള്ള സമയം തരാം. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അന്നമ്മ. എവിടുന്ന് വിളിക്കണേ അന്നമ്മ? കടമ്പനാട് അന്നമ്മ. ഓക്കെ, കടമ്പനാടുന്ന് അന്നമ്മയാണ് വിളിക്കുന്നത് അല്ലേ? മുമ്പ് വിളിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയതായാലമ്മ. എന്തുവാ എന്താ അമ്മമാരുടെ ഒരു ഇതുണ്ടല്ലോ, സ്വർണം കിട്ടിയെന്നാണോ? കഴിഞ്ഞ വർഷം 5-6 മാസം ആയായിരുന്നു, അന്ന് സ്വർണം കിട്ടിയായിരുന്നു. ആഹാ, അത് ശരി. അപ്പം അമ്മയ്ക്ക് കമ്മല് മേടിക്കണോന്ന് പറഞ്ഞില്ലയോ? ആ, കമ്മല് മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ആ, മനസ്സിലായി. ഓക്കെ. എന്നിട്ട് എന്തായി, കമ്മല് മേടിച്ചോ? പിന്നെ എനിക്കൊരു വിഷമമുണ്ടെന്ന്, അമ്മ മരിച്ചു പോയി കേട്ടോ. ശരി, ഓക്കെ, ശരി. എന്ത് പറയാനാ, ശരിക്കും എനിക്ക് ഭയങ്കര ഷോക്കായി പോയി കേട്ടപ്പോ. അമ്മ നല്ല ഏജ് ഉണ്ടായിരുന്നോ? 78 വയസ്സുണ്ടായിരുന്നു. എന്നായിരുന്നു? ഈ അടുത്താണോ? ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക, നല്ല ഓർമ്മകൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് മുൻപോട്ട് പോകാം. അല്ലെന്ന് എന്ത് പറയാനല്ലേ, ഇതൊക്കെ തീരാ നഷ്ടമാണ്. ശരി, എന്തായാലും തീരാ നഷ്ടമാണ് തീർച്ചയായിട്ടും. അമ്മ എന്ന് പറയുന്നത് തീരാ നഷ്ടം തന്നെയാണ്. ശരി, അപ്പോൾ എന്തായാലും അത് ഒരു സൈഡിൽ നിൽക്കട്ടെ. നമ്പർ പറഞ്ഞോളൂ, ഇന്നത്തെ ഭാഗ്യം നോക്കാം. ഏതാ? 59 അല്ലേ? ഈ 59 ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? 59 നമ്മളെ നേരത്തെ വിളിച്ച ഒരു അമ്പിളി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അമ്പിളി ഇവിടെ വേറെ ഏതൊരു നമ്പർ പറഞ്ഞിട്ട് അതിൽ സ്വർണ്ണം ഇല്ലായിരുന്നു. അപ്പം ഞാൻ അതിന് പകരം വേറെ ഏതെടുക്കും എന്ന് വെച്ചാൽ പറഞ്ഞു 59 എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റിൽ നമുക്ക് നോക്കാം അതിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാമെന്ന്. പക്ഷെ ഇപ്പോൾ ചേച്ചി പറഞ്ഞിരിക്കുന്നത് 59 ആണ്. 59 സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ദൈവമേ, കൺഗ്രാറ്റുലേഷൻ! ഇതൊരു ഭയങ്കര സന്തോഷമുള്ള നിമിഷം. ഭയങ്കര സന്തോഷം.
എനിക്കിപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ സ്വർണമാണ്. 59 ഒളിച്ചിരിക്കുകയായിരുന്നു ആ സ്വർണം, കേട്ടോ? അപ്പൊ സന്തോഷിക്കാൻ, അതെ, പള്ളിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ട് ഇതൊന്ന് ഓണാക്കിയതാ. അതാണ് കർത്താവ് കനിഞ്ഞു അല്ലേ? അതെ. എന്തായാലും സന്തോഷിക്കാൻ ഒരു കാരണമായില്ലേ? ചേച്ചി നമസ്കാരം. നമസ്കാരം. സുഖാണോ? സൂപ്പർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും എല്ലാരും അടിച്ചു പൊളിക്കൂ. നല്ലൊരു ഊണൊക്കെ കഴിച്ചൊരു ബിരിയാണിയൊക്കെ വാങ്ങി കഴിച്ച് സന്തോഷിക്കുമെന്ന്, കേട്ടോ? താങ്ക് യു സോ മച്ച്. ബൈ. ദൈവമേ, ഈ സന്തോഷത്തിന്റെ ഒക്കെ ഇടയിൽ അമ്പിളി തലയിൽ കൈവച്ചിങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇവിടുന്ന് വളരെ വ്യക്തമായിട്ട് കാണാം. അമ്പിളി, പക്ഷെ സാരില്ല അമ്പിളി, എപ്പോഴും ഇതൊന്നും ശരിയാവണം എന്നില്ല കേട്ടോ. ഇന്ന് എന്തോ 59 ഉണ്ടായിരുന്നു. എപ്പോഴും അതൊന്നും ശരിയാവണം എന്നില്ല. നമുക്ക് നമ്മുടെ അവസരം വരും. ഓക്കെ, ശരി. അപ്പൊ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? നവനീത. നേരത്തെ വിളിച്ച നവനീത? ഓ, നവനീതക്ക് ഭയങ്കര ഭാഗ്യമാണല്ലോ ചക്കരെ. 2 തവണ അടുപ്പിച്ച് വിളിച്ച് കിട്ടിയല്ലോ. ശരി, നവനീതക്ക് ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. നവനീത, അയ്യോ, കോള് കട്ടായി പോയി തോന്നുന്നു. സാരില്ല, നവനീത വീണ്ടും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഭാഗ്യമുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇപ്പം തന്നെ വീണ്ടും കിട്ടും, ചിലപ്പോൾ സ്വർണവും കിട്ടും, കേട്ടോ? അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കൂ. എന്തായാലും എനിക്ക് 59ന്റെ സന്തോഷം എനിക്ക് വിട്ടുമാറുന്നില്ല. കാരണം 59 സ്വർണം ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ഇതുവരെ ആർക്കും തന്നെ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുവാണ്. അപ്പം അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാജേഷ് മേനോൻ. എവിടുന്ന വിളിക്കണേ? രാജേഷ് മേനോൻ. ചാലക്കുടി. ഓക്കെ, ചാലക്കുടിയിൽ നിന്ന് നമുക്ക് ധാരാളം കോളേഴ്സ് ഉണ്ടായിരുന്നു ഇന്ന്. ഓരോ തവണയും ഓരോ സ്ഥലത്ത് നമുക്ക് കൂടുതൽ കോളേഴ്സ് ഉണ്ടാകും. ചിലപ്പം ചില ഞായറാഴ്ചകൾ കൊല്ലത്തു നിന്നുള്ളവരായിരിക്കും, ചില ഞായറാഴ്ചകൾ ചാലക്കുടി, ചിലർ പാലക്കാട്, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്ന് ചാലക്കുടിയിൽ നമുക്ക് കുറേ പേരുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെയുണ്ട് രാജേഷ്? വീട്ടില് അമ്മയുണ്ട്, എന്റെ മോളുണ്ട്. ശരി, ഓക്കെ. അപ്പം മോൾ എങ്ങനെയാ, കൊച്ചുകുട്ടിയാണോ? മോള് 10th കഴിഞ്ഞു. അഡ്മിഷൻ ആയോ? +1 ആയിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോ ടെമ്പററി ഇട്ടേക്കാ. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ അഡ്മിഷനൊക്കെ കിട്ടി. മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. ഓക്കെ, ശരി. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ടെൽ മീ വാട്ട് ഈസ് യുവർ നമ്പർ? ലക്കി നമ്പർ 68. ശരി, 68ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മിസ്റ്റർ രാജേഷ് മേനൻ. വർഷമാണ് പറഞ്ഞത്. ഓ, അത് ശരി. ഓക്കെ, യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ? ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ 68 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണമില്ല. സ്വർണത്തിന്റെ ഭാഗ്യമില്ല, പക്ഷെ മറ്റു ഭാഗ്യങ്ങളൊക്കെ ദൈവം കരിഞ്ഞു തന്നിട്ടുണ്ടാവും, കേട്ടോ? സാരില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ രാജേഷ് ജി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ഹാവ് എ ഗ്രേറ്റ് സൺഡേ. ബൈ. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് രാജേഷ് മേനനാണ്. രാജേഷ് മേനന് സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സലീന. എവിടുന്നാ വിളിക്കണേ? തിരുവനന്തപുരത്ത്. എവിടാണ് സലീന? തിരുവല്ലം. ശരി സലീന, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണോ? സുഖം. ശരി സലീന, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 23. ശരി, 23ക്കുള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നോക്കാം സലീന. ഓക്കെ, 23 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ സലീനെ കാത്ത്. അയ്യോ സലീന, സ്വർണ്ണമില്ലല്ലോ. സാരില്ല. താങ്ക് യു സോ മച്ച് സലീന. വീണ്ടും വിളിക്കാം. ബൈ. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിളിച്ച കോളേഴ്സിൽ ഒരാൾക്കാണ് സ്വർണം കിട്ടിയത്. അത് 59 പറഞ്ഞ ആളായിരുന്നു. ആളുടെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, പക്ഷെ 59 ആണ് സ്വർണം ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ച് 2 പേര് കറക്റ്റായിട്ട് സ്വർണം പറഞ്ഞിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വർണം ഉണ്ടായിരുന്ന 2 നമ്പേഴ്സ് കറക്റ്റായിട്ട് പറഞ്ഞു. ഒന്ന് എറണാകുളത്ത് നിന്നും ദേവി കൃഷ്ണ. ഓക്കെ, ദേവി കൃഷ്ണ പറഞ്ഞ നമ്പർ 20 മെഡ്രാസ് മെയിൽ. ഓക്കെ, അപ്പോൾ 20 ആണ് പറഞ്ഞത്. 20-നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്നൊന്ന് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം.
20 ഞാൻ തുറക്കാൻ പോവാണ്. ദേവി കൃഷ്ണ, കൺഗ്രാറ്റുലേഷൻസ് ദേവി കൃഷ്ണ. ദേവി കൃഷ്ണ എറണാകുളത്ത് നിന്നും വാട്സാപ്പ് ചെയ്ത് 20 ആണ് നമ്പർ പറഞ്ഞത്. അതിനുള്ളിൽ സ്വർണം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരാളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് മയ്യന്നൂർ. ഓക്കെ, മയ്യന്നൂരിൽ നിന്നും ഗിരിജയാണ്. ഗിരിജ പറഞ്ഞിരിക്കുന്ന നമ്പർ 45 ആണ്. എവിടെ 45? യെസ്, 45-ൻ്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്നും കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. അങ്ങനെ ഗിരിജയ്ക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയാം. ഓക്കെ, ഹേ കൺഗ്രാറ്റുലേഷൻസ് ഗിരിജ, കൺഗ്രാറ്റുലേഷൻസ് ടു യു. അപ്പോൾ നമ്മുടെ ഗിരിജയ്ക്കും സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ടോട്ടലി 3 പേർക്ക് നമുക്ക് സ്വർണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരാൾ കോളിലും 2 പേര് വാട്സാപ്പിലും. ഓക്കെ, ഇതൊക്കെയാണ് സന്തോഷം. ഇതാണ് പരിപാടിയുടെ സന്തോഷം എന്ന് പറയുന്നത്. സ്വർണം കൊടുക്കാൻ സാധിക്കുന്നു. ആർക്കും സ്വർണം കൊടുക്കാത്ത ദിവസങ്ങൾ നമുക്ക് ഇത്തിരി ഡള്ളാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീണ്ടും വീണ്ടും അടുത്ത ഞായറാഴ്ചയും കാണുക, വിളിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ പോത്തീസ് സ്വർണ്ണമഹൽ വിസിറ്റ് ചെയ്യുക. ധാരാളം ഓഫേഴ്സൊക്കെ അവിടെ ഓടുന്നുണ്ട്. ഡയമണ്ട് ഡേ വരുന്നുണ്ട്. ചിങ്ങമാസത്തിന് സ്വർണ്ണത്തിൻ്റെ വില ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓഫേഴ്സ് ഓടുന്നുണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. ഓക്കെ, നല്ല നല്ല ഓർണമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് ഇന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് ദീപ രാഹുൽ ഈശ്വർ സൈനിങ് ഓഫ് ഫ്രം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ടേക്ക് കെയർ. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങളാണ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. Brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.